എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BA സോഷ്യോളജി ഹോണേഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. UGC അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഡിഗ്രി കോഴ്സൊക്കെ വരുന്നത് 3 അല്ലെങ്കിൽ 4 ഇയേഴ്സ് ആണ്. അപ്പൊ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാവുന്നതാണ്. അപ്പൊ BA സോഷ്യോളജി എടുക്കുന്ന സ്റ്റുഡൻസിനും ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ മലയാളത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് BA സോഷ്യോളജി എടുത്തു കഴിഞ്ഞാൽ പഠിക്കാനും എക്സാമിനും ഒക്കെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. നമുക്ക് എക്സാം വരുന്നത് സെമസ്റ്റർ വൈസ് ആയിരിക്കും. നമുക്ക് ഒരു വർഷത്തിൽ തന്നെ 2 സെമസ്റ്റർ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ടോട്ടലി 8 സെമസ്റ്റർ ആണ്. 4 വർഷത്തിൽ 8 സെമസ്റ്റർ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി സെമസ്റ്റർ വൈസ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു സെമസ്റ്ററിൽ എത്ര പേപ്പർ ആണ് വരുന്നതൊക്കെ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ 4 പേപ്പർ ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ആണ്. സെക്കൻഡ് പേപ്പർ വരുന്നത് സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി ആണ് രണ്ടാമത്തെ പേപ്പർ. പിന്നെ മൂന്നാമത്തെ പേപ്പറിൽ വരുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ നാലാമത്തെ പേപ്പറിൽ നമുക്ക് 3 പേപ്പർ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് പേപ്പർ ആണോ അനുയോജ്യം അതിൽ ഒന്ന് ചൂസ് ചെയ്താൽ മതി. അതിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജീസ്. മൂന്നാമത്തെ പേപ്പർ വരുന്നത് ലീഗൽ ലിറ്ററസി. അപ്പോൾ നമുക്ക് ഈ 3 പേപ്പറിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ഇത്രയും പേപ്പർ ഒക്കെയാണ് വരുന്നത്, 4 പേപ്പർ. ഇനി സെക്കൻഡ് സെമസ്റ്റർ നോക്കാം. സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് 4 പേപ്പർ ആണ് വരുന്നത്. ആ 4 പേപ്പറിൽ ഫസ്റ്റ് പേപ്പർ വരുന്നത് സോഷ്യോളജി ഇൻ ഇന്ത്യ. പിന്നെ സെക്കൻഡ് പേപ്പറിൽ ജനറൽ എക്കണോമിക്സ്. പിന്നെ മൂന്നാമത്തെ പേപ്പർ വരുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആണ് വരുന്നത്. പിന്നെ നാലാമത്തെ പേപ്പറിൽ നിങ്ങൾക്ക് 3 സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അതിലൊന്ന് ക്രിമിനോളജി ആണ് വരുന്നത്. ക്രിമിനോളജി, മെഷീൻ ലേണിംഗ് ഫോർ ഓൾ, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇങ്ങനെ 3 പേപ്പർ ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 2 സെമസ്റ്ററിൽ വരുന്ന പേപ്പേഴ്സ്. ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 4 പേപ്പേഴ്സും സെക്കൻഡ് സെമസ്റ്ററിൽ 4 പേപ്പേഴ്സും ആണ് വരുന്നത്. അപ്പൊ ഇനി സെക്കൻഡ് ഇയർ വരുമ്പോൾ നമുക്ക് 3rd സെമ്മും 4th സെമ്മും ആണ് വരുന്നത്. ഓക്കെ, 3rd സെമ്മിൽ നമുക്ക് വരുന്നത് 5 പേപ്പറും 4th സെമ്മിൽ വരുന്നതും 5 പേപ്പറും ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി നോർമൽ ഡിഗ്രി മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ 3rd ഇയറിൽ, അതായത് 6th പേപ്പർ വരെ നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഓക്കെ, ആ 3rd ഇയറിൽ നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഹയർ സ്റ്റഡീസിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4th ഇയറും കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അതിനകത്ത് റിസർച്ച് പേപ്പർ ആണ് കൂടുതലായിട്ടും പഠിക്കാനുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് 4th ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിറ്റ് ഓപ്ഷൻ, അതായത് 3 വർഷം കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് 132 ക്രെഡിറ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ 3rd ഇയർ കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് എക്സിറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമുക്ക് 4th ഇയറിൽ വരുമ്പോൾ നമുക്ക് 2 സെമസ്റ്റർ ആണ് വരുന്നത്. ഓക്കെ, ഒന്ന് 7th സെമസ്റ്ററിൽ 4 പേപ്പറും പിന്നെ 8th സെമസ്റ്ററിലും 4 പേപ്പറും, 2 സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പേപ്പർ വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ നമ്മൾ 4th ഇയറിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ റിസർച്ചിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4th ഇയർ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ BA സോഷ്യോളജിയെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.